ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു പാർക്കിലാണ് കേട്ടോ. ഈ പാർക്ക് തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളം ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഈ കയറി വരുന്ന ഈ സൈഡിൽ തന്നെ ഗെയിംസിൻ്റെ ഒരു സെക്ഷനുണ്ട്. ഫ്രണ്ട്സായിട്ട് ഇവിടെ വന്ന് ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഗെയിംസിൻ്റെ ആ ഭാഗത്ത് തന്നെ ചെറിയൊരു ഫുഡ് കോർട്ടും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരിപ്പോൾ എന്നെ അന്തം വിട്ട് നോക്കുന്നത്, ഞാൻ വരുന്ന വഴിക്ക് ഒരു പയ്യനെ ഇടിച്ച് തള്ളിയിട്ടു. അതുകൊണ്ടാണ് ഇവരെന്നെ ഇങ്ങനെ നോക്കുന്നത്. അതുപോട്ടെ, നമ്മൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ കുട്ടികൾ കാറൊക്കെ ഓടിച്ച് വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ കൂടെയുള്ള ഗ്രൂപ്പുകൾ അവർക്കും കയറണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം അവരെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കി. ഇതിൻ്റെയൊക്കെ ഒരു വശത്ത് അവർ ഫുട്ബോൾ ടർഫും ഒരുക്കിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഫുട്ബോളും മറ്റൊരു ഭാഗത്ത് ക്രിക്കറ്റും ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുട്ടികൾക്കായി കുട്ടി സൈക്കിൾ, കുട്ടിക്കാർ ഒക്കെ ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ പ്രത്യേകം ചാർജും കൊടുക്കണം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പാർക്കിനകത്തേക്ക് കയറി. വിചാരിച്ചതുപോലെ അല്ല, ആവശ്യത്തിന് സ്പേസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആ കാണുന്നതാണ് സോപ്പി ഫുട്ബോൾ ഗെയിം. എനിക്ക് ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. കണ്ടു നിൽക്കാനും ആ കളി എൻജോയ് ചെയ്യാനും നമുക്ക് പറ്റും. ഇതൊരു ടീമായിട്ടാണ് കേട്ടോ അവർ കളിക്കുന്നത്. അതിനും ചാർജും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമ്മളിപ്പോൾ കണ്ട സോപ്പി ഫുട്ബോൾ ഗെയിമിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്ന ബോർഡാണ് ഈ കാണുന്നത്. പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തൊട്ട് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പല വഴിക്കായി പോയി. എല്ലാവരും ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പാർക്കിന് ഒരു വശത്തായി സ്റ്റേജും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഡാൻസ് ചെയ്യാം. നമ്മൾ പറയുന്ന സോങ്ങും നമുക്ക് വേണ്ടി അവർ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ ഫാമിലിയായിട്ട് ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു. പാർക്കിന് തൊട്ട് താഴെ തന്നെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സ്പോർട്ടീസ് പാർക്ക് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കല്ലറ പാങ്ങോടായിട്ടാണ്. പാർക്കിന് പുറത്തായിട്ട്, അതായത് റോഡ് സൈഡിൽ തന്നെ അവരുടേതായൊരു റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.